അവസാന റൗണ്ടിൽ ബച്ചനും തച്ചനും. മൊത്തത്തിൽ ഈ തലക്കെട്ട് പോലെ സിനിമാ പ്രേമികൾ ഉദ്യോഗം നിറഞ്ഞ നിന്ന സമയം. ആകാംക്ഷയോടെ മലയാളികൾ 1990-ലെ ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം കാത്തിരുന്നു. കാരണം പെരുന്തച്ചനിലൂടെ തിലകന് മികച്ച നടനുള്ള അവാർഡ് കിട്ടുന്നതിൽ അത്രയേറെ പ്രതീക്ഷയായിരുന്നു. അളന്നുമുറിച്ച അഭിനയ മികവിൽ തച്ചന് എതിരെ നിൽക്കാൻ ആരുമില്ല എന്ന തരത്തിലുള്ള വാർത്തകളും. കൂടാതെ ജൂറിയിൽ മലയാളിയായ ഷാജിയൻ കർണുമുണ്ട്. ക്ലൈമാക്സിൽ പക്ഷേ അളവെടുപ്പിന്റെ മുഴക്കോൽ ചതിച്ചു. അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അഗ്നിപഥ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് അമിതാഭ് ബച്ചൻ മികച്ച നടൻ. പെരുന്തച്ചനെ മറികടന്ന് അവാർഡ് കൊണ്ടുപോയത് മുംബൈയിലെ അധോലോകത്തിന്റെ കഥ പറഞ്ഞ കച്ചവട സിനിമയിലൂടെ. പെരുന്തച്ചനിലൂടെ അജയൻ എന്ന നവാഗത സംവിധായകനും സന്തോഷ് ശിവനും മികച്ച ഛായാഗ്രഹണനുള്ള പുരസ്കാരം കിട്ടുമെങ്കിലും ചിത്രത്തിന്റെ നെടുന്തൂണായ തച്ചൻ തഴയപ്പെട്ടത് ചർച്ചയായി. നടൻ അശോക് കുമാർ ചെയർമാനും ഭൂപൻ ഹസാരെ ഉൾപ്പെടെയുള്ള അംഗങ്ങളുമായി ജൂറി ഉത്തരേന്ത്യൻ ലോബി കളിച്ചതാണെന്ന ആരോപണം തൊട്ടു പിന്നാലെ പുകഞ്ഞു. അവസാന നിമിഷം ചതിയുടെ ഉളിയെറിഞ്ഞെന്നാണ് തിലകനും വിശ്വസിച്ചത്. അവാർഡ് പ്രഖ്യാപനത്തിന് പിന്നാലെ ആകെ നിരാശനായ തിലകനെ ഒടുവിൽ ചിത്രത്തിന്റെ സംവിധായകൻ അജയൻ ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിക്കേണ്ടി വന്നു. അജയൻ ഇത്രേ പറഞ്ഞുള്ളൂ: "കൊച്ചനെ തച്ചൻ ചതിച്ചാൽ തച്ചനെ ബച്ചൻ ചതിക്കും." ദേശീയ അവാർഡ് പ്രഖ്യാപനത്തിന് പിന്നാമ്പുറത്തേക്ക് വെട്ടം വെട്ടിച്ചാൽ സ്ക്രീനിൽ തെളിയാത്ത പല കഥകളും വെളിപ്പെടും. 1989-ൽ വടക്കൻ വീരകഥയിലെ ചന്തുവിനോട് മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടി നേടിയത് ഒരു തർക്കത്തിനും ഇടവരാത്ത അഭിനയ മികവിലൂടെയാണ്. പക്ഷേ ആ അവാർഡ് നിർണയത്തിലും ഉണ്ടായിരുന്നു ചർച്ചകളും തർക്കങ്ങളും. അവസാന റൗണ്ടിൽ മമ്മൂട്ടിക്കൊപ്പം മത്സരിച്ചത് സാക്ഷാൽ മോഹൻലാലായിരുന്നു. കിരീടം, സീസൺ തുടങ്ങിയ വ്യത്യസ്തമായ ഒരുപിടി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മോഹൻലാലിനെ പരിഗണിക്കണമെന്ന് ജൂറിയിലെ ഒരു വിഭാഗം വാദിച്ചു. എങ്കിലും ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല. വടക്കൻ വീരകഥയ്ക്ക് പുറമെ മതിലുകളും മൃഗയുമൊക്കെ മമ്മൂട്ടിയുടെ ബലാബലം നിന്നു. ഒടുവിൽ ജൂറിയിലുണ്ടായിരുന്ന കെ.ജി. ജോർജ് കാസ്റ്റിംഗ് വോട്ടിൽ മമ്മൂട്ടിയെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1992-ലും ഇതേപടി മമ്മൂട്ടിയും ലാലും മുഖാമുഖം വന്നു. അമരത്തിലെ അച്ചൂട്ടിയും ഭരതത്തിലെ ഗോപിനാഥനും പ്രകടനം കൊണ്ട് ജൂറികളെ ഞെട്ടിച്ചു. പക്ഷേ മികച്ച നടനുള്ള പുരസ്കാരം മോഹൻലാലിനായിരുന്നു. കടലിൽ പോകുന്ന അരയനായ അച്ചൂട്ടിക്ക് മേക്കപ്പും ഗ്ലാമറും കൂടിപ്പോയി എന്നായിരുന്നു ജൂറിയുടെ പ്രധാന വിലയിരുത്തൽ. മമ്മൂട്ടിക്ക് സൗന്ദര്യം ഒരു ശാപമായി മാറിയ അപൂർവമായ സന്ദർഭം. 2000-ലെ ദേശീയ അവാർഡ് പ്രഖ്യാപനത്തിന്റെ തലേന്നും പടക്കം പൊട്ടിയും സദ്യ ഒരുക്കലുമൊക്കെ ചാലക്കുടിയിലാകെ ആഘോഷമയം. വാസന്തിയും ലക്ഷ്മി പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കലാഭവൻ ദേശീയ അവാർഡ് ഉറപ്പാണെന്ന് വിശ്വസിച്ച നാട്ടുകാർ ആഘോഷമാക്കി. അടുത്ത ദിവസം ടിവിക്ക് മുന്നിൽ അവാർഡ് പത്രസമ്മേളനം കാണാനിരുന്നത് കുടുംബത്തിനും ചാലക്കുടിക്കാർക്കൊപ്പമായിരുന്നു. ആകാംക്ഷയ്ക്ക് വിരാമമിട്ട് മികച്ച നടനെ പ്രഖ്യാപിച്ചു. വാനപ്രസ്ഥത്തിലൂടെ മോഹൻലാൽ മികച്ച നടൻ. പറഞ്ഞു തീരും മുമ്പേ മണിക്ക് തലചുറ്റി. പ്രതീക്ഷയുടെ കൊടുമുടി നിന്ന് നിരാശയുടെ പടുകുഴിയിലേക്ക്. മണിക്ക് സ്പെഷ്യൽ ജൂറി അവാർഡ് പ്രഖ്യാപിച്ചതുപോലും ആ കോലാഹലത്തിനെ ആരും കണ്ടില്ല. വാസന്തിയും ലക്ഷ്മിയും എന്ന ഒരു കൊച്ചു സിനിമ കേരളത്തിൽ സൂപ്പർ ഹിറ്റായി ഓടുമ്പോൾ അതിന് അവാർഡ് ഉറപ്പ് എന്ന് മണിയെ സ്നേഹിക്കുന്നവർ പറഞ്ഞിരുന്നു. ആ അവാർഡ് പ്രഖ്യാപനത്തിന് തലേന്നാൾ എത്രമാത്രം സന്തോഷത്തോടെ മണി ചിരിച്ചോ, അതിൻ്റെ 100 ഇരട്ടി വേദനയോടെ കരയുന്നത് കണ്ടപ്പോൾ ഞാനും വല്ലാതെ പതറിപ്പോയി എന്ന് വിനയൻ പറഞ്ഞു.